ഹലോ യൂണിറ്റ് 4 ചാപ്റ്റർ 3 എത്തിയിരിക്കുകയാണ്. ദ ക്രോ. There once was a crow. He was black as you know. How to be beautiful he wanted to know. Colorful feathers he wanted to grow. ഇതൊരു പോയമാണ്. എന്താ ഇതിൽ പറയുന്നത്? Once there was a crow. ഒരു കാക്ക ഉണ്ടായിരുന്നു. കാക്ക ബ്ലാക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? How to be beautiful. കാക്കയ്ക്ക് ഒരു ദിവസം ഒരാഗ്രഹം. എങ്ങനെയാ ഒരു ഭംഗിയുള്ള ആളാവാൻ പറ്റുക? He wanted to know. Colorful feathers he wanted to grow. അപ്പൊ കാക്ക വിചാരിച്ചു എൻ്റെ ചിറകൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫെദർ ഒക്കെ ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒട്ടും ഭംഗിയില്ലാത്തത്. കളർഫുൾ ആയിട്ടുള്ള ഫെദേഴ്സ് ഗ്രോ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെ കാണാൻ എന്ത് നന്നായേനെ. He found one peacock feather. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മുടെ കാക്ക ഒരു പീകോക്ക് ഫെദർ കണ്ടു. പീകോക്ക് ഫെദർ എന്ന് പറഞ്ഞാൽ മയിൽപീലി. He stuck it in his tail. Then he found another. He picked up all without fail. അപ്പൊ കാക്കയ്ക്കൊരു മയിൽപീലി കിട്ടിയല്ലേ? കാക്ക എന്താ ചെയ്തതെന്നറിയോ? ആ മയിൽപീലി എടുത്ത് തന്റെ ടെയിലിന്റെ ഉള്ളിൽ തിരികെ വെച്ചു. അത് കഴിഞ്ഞപ്പോ മുന്നോട്ട് പോയപ്പോ ഒരു പീലി കൂടി കിട്ടി. അങ്ങനെ എല്ലാ പീലിയും കളക്ട് ചെയ്തിട്ട് കാക്ക തന്റെ ചിറകിന്റെ ഉള്ളിൽ അതിനെ തിരികെ വെച്ചു. കണ്ടോ? കാക്ക രണ്ട് ചിറക് നിറയെ മയിൽപീലി അറ്റാച്ച് ചെയ്ത് വെച്ചു. He stuck them in his wings. എല്ലാം എടുത്തിട്ട് അവന്റെ ചിറകുകൾക്കുള്ളിൽ വെച്ചു. Put one on his head. അത് മാത്രല്ല, ഒന്നെടുത്തിട്ട് അവന്റെ തലയിലും വെച്ചു. I am now beautiful, he danced and said. അതൊക്കെ കഴിഞ്ഞപ്പോ കാക്കയ്ക്ക് തോന്നി, എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. I am so beautiful now. അതും ആലോചിച്ചിട്ട് കാക്ക നൃത്തം ചെയ്യാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. The other crows laughed at him. ഇത് കണ്ടപ്പോ മറ്റു കാക്കകളൊക്കെ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. Oh, what a fool you are! You are beautiful in black. We love you for what you are. മറ്റു കാക്കകൾ എന്താ പറഞ്ഞത്? നീ എന്തിനാ ഈ മയിൽപീലിയൊക്കെ എടുത്ത് ചിറകിൽ വെക്കുന്നത്? നീ ഒരു മണ്ടൻ തന്നെ. നീ ഇങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. നിന്റെ കളർ ബ്ലാക്ക് ആണെങ്കിലും നീ ബ്ലാക്കിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ എല്ലാവരും നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നീ എന്താണോ അങ്ങനെ തന്നെ ഞങ്ങൾക്കൊക്കെ നിന്നെ ഇഷ്ടമാണ്. നമ്മള് മറ്റൊരാളെ കണ്ടിട്ട് അയാൾ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അതേപോലെ ആവാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ നല്ല ക്യാരക്ടറും നല്ല സ്വഭാവവും ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇവിടെ കാക്കയുടെ കഥ കേട്ടില്ലേ? കാക്ക ബ്ലാക്ക് ആണെന്ന് വിചാരിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ കാക്കയുടെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ ബ്ലാക്ക് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണ്, നിന്നെ ഞങ്ങൾക്ക് എല്ലാം ഒത്തിരി ഇഷ്ടമാണ്. നല്ല പോയമാണല്ലേ? നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. സൈറ്റ് വേർഡ്സ്. വൺസ് ഐ സോ എ ബേർഡ്. നമ്മൾ പറഞ്ഞു വൺസ് ഒരിക്കൽ. വൺസ് ഐ സോ എ ബേർഡ്. ഞാൻ ഒരിക്കൽ ഒരു ബേർഡിനെ കണ്ടു. ആസ് ഐ വാക്ക്ഡ് ഇറ്റ് റെയിൻഡ്. ആസ് ഒരു റീസൺ ആണ്. ആസ് ഐ വാക്ക്ഡ് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോ മഴ പെയ്തു. ഹൗ ആർ യു ടുഡേ? നിങ്ങൾ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? ഐ വാണ്ട് ടു പ്ലേ. ഐ വാണ്ട് ടു പ്ലേ. എനിക്ക് കളിക്കണം. ഇനി ഇതിന് പകരം എനിക്ക് പാട്ട് പാടണം എന്നാണെങ്കിലോ? ഐ വാണ്ട് ടു സിങ്. നമുക്ക് ഡാൻസ് ചെയ്യണം എന്നാണെങ്കിലോ? ഐ വാണ്ട് ടു ഡാൻസ്. വൺ ആപ്പിൾ ഇസ് റെഡ്. കുറേ ആപ്പിൾസ് ഉണ്ട്, അതിൽ ഒരു ആപ്പിൾ റെഡ് ആണ്. വൺ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഐ വിൽ ബി ഗുഡ്. സാരല്ല, വിഷമിക്കണ്ട, ഞാൻ ഹാപ്പി ആയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ വിൽ ബി ഗുഡ്. Now it is time to eat. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ സമയമായി. Now ഇപ്പോൾ. I am at home. നിങ്ങളിപ്പോ എവിടെയാ? I am at home. At വീട്ടിലാണ്. All my toys are here. All എല്ലാം. All my toys are here. എൻ്റെ എല്ലാ ടോയ്സും ഇവിടെയുണ്ട്. It is a rainy day. ഇന്ന് ഒരു മഴയുള്ള ദിവസമാണ്. It is a rainy day. ന്യൂ വേർഡ്സ്. കളർഫുൾ. കളർഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ കളറുകളുള്ള നിറയെ നിറമുള്ള
അതിനാണ് കളർഫുൾ എന്ന് പറയുന്നത്. ഫെദർ എന്ന് പറഞ്ഞാൽ തൂവലുകൾ. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. പിഗ്ഡ് ഒരു സാധനം എടുത്തു, അതിനാണ് പിഗ്ഡ് എന്ന് പറയാ. ഫൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു മണ്ടൻ, അങ്ങനെയൊക്കെയാണ് ഫൂൾ എന്ന് പറയുന്നത്. ലവ് നമുക്കൊരാളോടുള്ള സ്നേഹം, ഒരു സ്നേഹത്തിനാണ് ലവ് എന്ന് പറയാം. ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള. പീകോക്ക് മയിൽ. അനദർ ഇതല്ലാതെ വേറൊന്ന്, അതാണ് അനദർ. Which bird do you see around your house or near your school? നിങ്ങളുടെ വീട്ടിലിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിന്റെ പരിസരത്തോ ഒക്കെ നിങ്ങൾ പലതരം പക്ഷികളെ കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള കുറച്ച് പക്ഷികളുടെ പേരെഴുതാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സ്പാരോസ്, pigeons, crows, parrots, peacock. What do you like about the crow? നിങ്ങൾക്ക് കാക്കയെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കാക്കയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം പറയാമോ? എനിക്ക് കാക്കയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ കാരണം എഴുതാം. I like that the crow eat all the spilled food and helps clean the place. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ചിതറിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എല്ലാ ദിവസവും കാക്ക വന്ന് ഭക്ഷിക്കും, കാക്ക വന്ന് കഴിക്കും. അങ്ങനെ ആ പരിസരമൊക്കെ ക്ലീൻ ആയി കിടക്കും. Can you identify the birds in the box? Write their names in the space provided. ഈ പക്ഷികളെയൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് വൺ സ്വാൻ, സെക്കൻഡ് വൺ പാരറ്റ്, തേർഡ് വൺ സ്പാരോ, ഫോർത്ത് വൺ ഡക്ക്, ഫിഫ്ത്ത് വൺ കോക്ക്, സിക്സ്ത് വൺ പീകോക്ക്. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇനി ഡക്കിന്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർ ഗൂസ് എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഡക്ക്, സ്വാൻ, ഗൂസ് അങ്ങനെ കുറെ പക്ഷികൾ ഏകദേശം ഒരേ വർഗത്തിൽ പെട്ടതാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പിക്ചേഴ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വേറെ പേരാ പറയുന്നതെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ. Draw your favorite bird in the box given below and write its name in the given blank. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേർഡ് ഏതാ? My favorite bird is parrot. ഇനി നമുക്ക് പാരറ്റിനെ വരച്ചു നോക്കിയാലോ? ഇങ്ങനെ വരയ്ക്കുക അല്ലേ? ഇതേപോലെ നിങ്ങളുടെ ബുക്കിലുള്ള സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡിന്റെ പേര് എഴുതി ഇതേപോലെ ചിത്രവും വരയ്ക്കാം. Close your eyes and listen to your teacher say following words. Listen and repeat the word as she says. You may clap for each syllable of the word. Syllable എന്ന് പറഞ്ഞാൽ പീകോക്ക്. പീകോക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ചില വേർഡ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഡിവിഷനുമാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടീച്ചർ പറയുമ്പോൾ കണ്ണടച്ചിരിക്കണം. പീകോക്ക്. പീകോക്കിന് പീകോക്ക് ഉണ്ടോ? ആ ഒരു വാക്കുകൾ എവിടെ വെച്ചാ സ്റ്റോപ്പ് ആവുന്നത്, അടുത്തത് സ്റ്റാർട്ട് ആവുന്ന നോക്കിയേ. പി ഒരേപോലെയല്ലേ പോകുന്നത്, അവിടുന്നാണ് കോക്ക്. ഫെദർ, ഫെദർ ഉണ്ടോ? ഫെദർ, ഫെദർ. ഇനി ബ്യൂട്ടിഫുൾ നോക്കിയേ. ബ്യൂട്ടിഫുൾ. 3 വേർഡ്സ് ഉണ്ടല്ലേ. ബ്യൂട്ടിഫുൾ. കളർഫുൾ. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. കളർ എന്ന് ഒരുമിച്ച് പറയാൻ പറ്റൂല്ല. കളർഫുൾ ഉണ്ടോ? കളർഫുൾ. അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെ വെച്ചാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. Another, another, another. Read the words in column A. Complete the word in column B that rhymes with it. Hint: words in column B should be names of birds. One has been done for you. Okay. ഇവിടെ ലെഫ്റ്റിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. റൈറ്റിൽ നമ്മൾ അതിന്റെ റൈമിംഗ് വേർഡ് ആണ് എഴുതേണ്ടത്. എന്നാൽ ഈ റൈമിംഗ് വേർഡ് ഒരു ബേർഡിന്റെ പേരായിരിക്കണം. ഫസ്റ്റ് വൺ ഗ്രോ, ക്രോ. ഗ്രോ, ക്രോ റൈമിംഗ് വേർഡ് ആണല്ലേ. ക്യാരറ്റ് എന്താണ്? പാരറ്റ്. ക്യാരറ്റ്, പാരറ്റ്. പെൻ, hen. Arrow, sparrow. Block, peacock.
റൈമിംഗ് വേർഡ്സ് അല്ലേ? ഓക്കെ. Make the sentences using one word from each box. Write the sentences in the blanks given below. ഇവിടെ 3-4 ബോക്സസ് തന്നിട്ടുണ്ട്. ഓരോ ബോക്സിലും കുറച്ച് വേർഡ്സ് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ കോളത്തിൽ നിന്നും ഓരോ വേർഡ്സ് ഉപയോഗിച്ച് ഈ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? Today, I, we, Rajni, she, Harish will go to a village park, school, farm, theatre. ഇതിന് എങ്ങനെ വേർഡ്സ് ഉണ്ടാക്കാം? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടുഡേ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ടുഡേ എടുത്തു. നെക്സ്റ്റ് ഐ, വി, രജനി, ഷീ, ഹരീഷ് എന്നുള്ളതിൽ നിന്ന് ഐ എടുത്തു. വിൽ ഗോ, വി ഹാവ് ടു യൂസ് വിൽ ഗോ, ദെൻ ടു അതൊക്കെ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. ഇനി ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം. അപ്പൊ ടുഡേ ഐ വിൽ ഗോ ടു എ പാർക്ക്. സിമിലർലി ടുഡേ വി will go to a village. Today we will go to a village. Today Rajani will go to a school. Today ഇവിടെ കണ്ടോ she will go to a theatre. Today Harish will go to a farm. ഇതേപോലെ നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറ്റിയിട്ട് ഇനിയും ചെയ്യാം. Today Rajani will go to a park. Today Harish will go to a park. Today Rajani will go to a farm. അങ്ങനെ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇത് ഫൺ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ സെന്റൻസസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ചാപ്റ്ററും ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.